സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിരുവിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയങ്ങളിലൊന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചായൻസ് ഗോൾഡിൻ്റെ ഉടമയായിട്ടുള്ള അച്ചായൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതും അതിൻ്റെ എല്ലാ വീഡിയോസും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അച്ചായൻസ് ഗോൾഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഒരു സ്ഥാപകനും ചാരിറ്റി പ്രവർത്തനങ്ങളിലെല്ലാം മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് നമ്മുടെ ഈ നല്ലവനിൽ നല്ലവനായ അച്ചായൻ എന്ന് പറയുന്ന ഒരു വ്യക്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ അച്ചായൻ എന്നുള്ളൊരു പേരിലാണ് കേരളം മുഴുവനും അറിയപ്പെടുന്നത്. അപ്പോൾ അയാളൊരു സെലിബ്രിറ്റി അല്ല. അയാൾ മറ്റുള്ള ഒരു തരത്തിലുമില്ല. ഒരു സ്ഥാപനത്തിൻ്റെ ഒരുപാട് സ്ഥാപനങ്ങളുടെ ഉടമയാണ്. പിന്നെ അതിനേക്കാൾ അപ്പുറം ഒരുപാട് ആളുകളെ സഹായിക്കുന്ന ഒരു നല്ല സുമനസിൻ്റെ ഉടമയും കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ സീക്രട്ട് ഏജന്റ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇയാൾ വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞ 45-ലധികം അല്ലെ അതിന് മുകളിൽ വീടുകൾ വെച്ച് നൽകാമെന്ന് പറഞ്ഞതിൽ പലതും ഈ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഈ ലൈഫ് മിഷനിൽ വന്നിരിക്കുന്ന വീടുകളാണ്. അച്ചായൻ എന്തിനാണ് ഈ കള്ളത്തരം കാണിക്കുന്നത്? ലൈഫ് മിഷൻ വെച്ച് കൊടുത്തിട്ടുള്ള വീടുകളിലൊക്കെ ചെന്നിട്ട് തൻ്റെ ഒരു പ്രസക്തി അല്ല തൻ്റെ ഒരു താനാണ് അവിടെ എല്ലാം ചെയ്തു കൊടുത്തതെന്നൊക്കെ എന്തിനാണ് പറയുന്നതെന്നൊക്കെയുള്ള രീതിയിൽ നമ്മുടെ സീക്രട്ട് ഏജന്റ് വീഡിയോ ചെയ്തിരുന്നു. ആ സീക്രട്ട് ഏജന്റിനെ വിളിച്ച് അച്ചായൻ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നു. താൻ എന്തിനാ അറിയാത്ത കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നു. അതിനെ സീക്രട്ട് ഏജന്റ് വിമർശിക്കുന്ന വീഡിയോ നമ്മൾ കണ്ടു. അപ്പോൾ അച്ചായൻ എന്ന് പറയുന്നൊരു വ്യക്തി അത്ര നല്ലൊരു വ്യക്തിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണലി എനിക്കും അയാളെ അറിയില്ല. പക്ഷേ അയാൾ കുറേയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യം എനിക്കും അറിയാം. അയാളത് പബ്ലിസിറ്റി നമുക്കറിയാം. പബ്ലിസിറ്റി എന്തിനാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് നല്ല പ്രവൃത്തികൾ ചെയ്തിട്ടുള്ള ഒരുപാട് മനുഷ്യന്മാരുണ്ട്. ഇവരെ പറ്റിയൊക്കെ നമ്മൾ അറിയുന്നത് എപ്പോഴാണ്? ഇവരൊക്കെ മരിച്ചു കഴിയുമ്പോഴാണ്. അല്ലാതെ ഒരാൾ ഇവരെ പറ്റി ചർച്ച ചെയ്യില്ല. ചെയ്തിട്ടുള്ള ഏതൊരു നല്ല പ്രവൃത്തി ഉണ്ടെങ്കിലും അതെല്ലാം അവരുടെ മരണശേഷമാണ് അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നതും. വലിയ നല്ല വ്യക്തിയായിരുന്നു, നല്ല ഒരുപാട് ആളുകളെ സഹായിച്ചൊരു വ്യക്തിയായിരുന്നു, ഇത്രയധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണക്കെടുപ്പായിട്ട് അപ്പോഴാണ് വരിക. നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുമ്പോൾ ആരെയൊക്കെ സഹായിച്ചു എന്നുള്ളൊരു വീഡിയോ എടുത്ത് വെക്കുന്നതിൽ ഒരു തെറ്റുമില്ല. നമുക്കറിയാം ലുലു എന്ന് പറയുന്നൊരു ഗ്രൂപ്പിൻ്റെ സ്ഥാപകനും അതിൻ്റെ ഓണറുമായിട്ടുള്ള യൂസഫ് അലി എന്ന് പറയുന്നൊരു വ്യക്തി, അദ്ദേഹം എവിടെ പോയാലും ഒരു ക്യാമറാമാൻ അദ്ദേഹത്തിൻ്റെ കൂടെ കാണും. എന്ന് പറയുന്ന പോലെ തന്നെയാണ് അച്ചായൻ്റെയും കാര്യം. അച്ചായൻ ചെയ്യുന്നതെല്ലാം എല്ലാവരും അറിയിക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അയാൾ ചെയ്യുന്നതിൽ കൂടി അയാൾക്കൊരു ചീപ്പ് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി മാത്രമല്ല. ഒരു സൈഡിൽ അതുണ്ട്, ഇല്ലയെന്നല്ല. അത് കിട്ടുന്നതിനോടൊപ്പം തന്നെ നാളെ തന്നെ പോലെ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് കുറച്ച് ആളുകൾ അങ്ങനെ മുന്നിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടൊക്കെ ആയിരിക്കണം. എന്തിനാണ് നമ്മൾ അറിയാത്തൊരു കാര്യം പറയാൻ പോകുന്നത്? അച്ചായൻ വീട് വെച്ച് നൽകി എന്ന് പറഞ്ഞിട്ട് വീട് വെച്ച് നൽകിയിട്ടുള്ളത് അല്ലെങ്കിൽ അങ്ങനെ കിട്ടിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ആളുകളെ അവരുടെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെയാണ് അച്ചായൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതും ഒന്നുമില്ലാത്ത പട്ടിണിപ്പാവങ്ങളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ളവർ എന്തെങ്കിലുമൊക്കെ കിട്ടാതെ അവർ വെറുതെ അച്ചായനെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടാവില്ല. അപ്പോൾ അച്ചായൻ അങ്ങനെയാണ്, അച്ചായൻ ഇങ്ങനെയാണ്, ചാരിറ്റിയിൽ കൂടി കള്ളത്തരങ്ങൾ കാണിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടും ഇപ്പോൾ അച്ചായൻ്റെ ഒരു ഓഡിയോ ലീക്ക് ആയിട്ടുണ്ട്. എന്തൊരു സുന്ദരിയാടി നീ, നിന്നെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഉമ്മ വെക്കാൻ തോന്നുന്നു, എന്തൊരു സുന്ദരിയാടി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഓഡിയോ ലീക്ക് ആയിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ നല്ലതായിട്ടൊരു മനുഷ്യൻ കയറി വരുമ്പോൾ അവരെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാണും. ഞാൻ പറയുന്നില്ല, ആദ്യമേ തന്നെ പറയട്ടെ, ഞാൻ ഒരിക്കലും പറയുന്നില്ല അച്ചായൻ നല്ലൊരു മനുഷ്യനാണ്, ഉടായ്പകളൊന്നുമില്ലാതെ ഞാൻ പറയുന്നില്ല. അയാൾ ഉടായ്പൊക്കെ തന്നെ ആയിരിക്കാം. എന്നിരുന്നാലും അയാൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റത്തില്ല. നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഒരു നേരത്തെ ഒരു ആഹാരം, നമ്മളൊക്കെ ഈ പൊറോട്ട, മന്തി, ബിരിയാണി ഇതൊക്കെ സാധനങ്ങൾ നമ്മളെപ്പോഴും കഴിക്കുന്ന, അല്ലെ ഇടയ്ക്കെങ്കിലുമൊക്കെ നമ്മൾ കഴിക്കുന്നതാണ്. ഇതൊരു ചെറിയ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. എന്നാൽ ഇതുപോലും കഴിച്ചിട്ടില്ലാത്ത ഒരുപാട് പട്ടിണി പാവങ്ങൾ നമുക്കിടയിലുണ്ട്. അവരെ പറ്റിയൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും ഓർക്കാറുണ്ട്? നമ്മൾ ഓർക്കും. ആഹാരത്തിന് മുൻപ് ആഹാരം കഴിക്കുന്നതിന് മുൻപൊക്കെ നമ്മൾ ചിന്തിക്കും ഒരു നേരത്തെ ആഹാരം കിട്ടാത്ത എത്രയോ ആളുകളുണ്ടെന്നുള്ളത്. എന്നാൽ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? നമ്മളെ കൊണ്ട് വെറും വായിൽ ഇങ്ങനെ പറയാം, ഞാൻ അവരെ സഹായിക്കും, കുറച്ച് കാശ് കിട്ടുമ്പോൾ ഞാൻ അവരെ സഹായിക്കും. എന്നാൽ അച്ചായൻ എന്താ ചെയ്യുന്നത്? താൻ ഒരു സൈഡിൽ കൂടി ഉടായ്പിൽ കൂടി കാശ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും, അങ്ങനെ ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ പറയുന്ന, അതായത് ഉണ്ടെന്ന് പറയുന്ന ആളുകളോട് ഞാൻ പറയുകയാണ്, അങ്ങനെ ഉടായ്പിൽ കൂടി അച്ചായൻ കാശ് ഉണ്ടാക്കുമ്പോഴും മറ്റൊരു സൈഡിൽ കൂടി ഒരുപാട് പാവങ്ങളെ സഹായിക്കാനായിട്ട് അയാൾ മുന്നിലേക്ക് നിൽക്കുന്നുണ്ട്. ഒരു പബ്ലിസിറ്റിയോ എന്തുമായിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും അയാൾ അതിൽ കൂടി അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനം വളർത്തുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകളെ സഹായിക്കുന്നു. ആ ഒരു മനസ്സ് തന്നെയാണ്. ആ ഒരു മനസ്സ് നമുക്ക് കണ്ടില്ലെന്ന് വെക്കാൻ പറ്റില്ല. അപ്പോൾ അച്ചായൻ്റെ കുറച്ച് വീഡിയോസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് അച്ചായൻ പറയുന്നത് ഈ തനിക്കെതിരെ ഈ പറയുന്ന വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് ഒന്നും അറിയില്ല, തന്നെ വെറുതെ കരിവാരി തേക്കാനായിട്ട് ചെയ്യുന്നതാണ്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങളുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുമെന്നാണ് അച്ചായൻ പറയുന്നത്. ഞാൻ ആ ഒരു വീഡിയോ നിങ്ങളത് കാണിച്ചു തരാം. എന്റെ സൈബർ അറ്റാക്കും ഭീഷണിയും കാശ് ചോദിക്കലും കാരണം എന്നെ ജീവിക്കാൻ സമ്മതിക്കുകയല്ലെങ്കിൽ ഞാൻ ഈ ചാരിറ്റി നിർത്തുവാണ്. ഇങ്ങനെയാണോ നിങ്ങൾ കിടക്കുന്നേ? 27 വർഷമായി വാടകയ്ക്കായിട്ട് ഒരു മോനുണ്ടായിരുന്നു. ക്യാൻസർ മരിച്ചുപോയി. എനിക്ക് തൊണ്ടയിലും ക്യാൻസർ ഇഷ്ടമല്ല. ബാത്റൂമിലൊക്കെ പോകുന്ന ചില സമയത്ത് താഴെ, ചിലപ്പോ പറമ്പില് പടുതായിക്ക് വാടക കൊടുക്കുന്നു. എത്ര രൂപ? ഒരു ദിവസം 200 രൂപ വെച്ച് വാടക കൊടുക്കണം. പന്നിയൊക്കെ വരും അപ്പുറത്ത്. അയ്യോ, ഇങ്ങനെയാ നിങ്ങൾ കിടക്കുന്നല്ലേ? ഞാൻ 3 മാസമായി മരുന്ന് കഴിച്ചിട്ട് എനിക്കിത് മേടിക്കാൻ നിർത്തില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഗുളിക എടുത്ത്
പോലീസുകാരെന്നെ പിടിച്ചിട്ട് ചേട്ടനെ വിളിച്ചിട്ട് വന്നു, ഭാര്യയെ കൂട്ടിക്കൊണ്ടുപോകണം പോകുന്നു സാറേ, എനിക്കൊരു കയറി കിടക്കാൻ ഒരു പേര്. ഇത് 10 ലക്ഷം രൂപയുണ്ട്. നിങ്ങൾ നല്ലൊരു വീട്ടിൽ അന്തസ്സായിട്ട് കയറി കിടക്കുന്ന എനിക്ക് കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ, എല്ലാരും അനുഗ്രഹിക്കട്ടെ. ഞാൻ നാട്ടുകാർക്കും പാവങ്ങൾക്കും വേണ്ടി കോടികൾ മുടക്കിയ ആളാണ്. ഇനിയും കോടികൾ ഞാൻ മുടക്കാൻ തയ്യാറാണ്. പക്ഷേ എന്റെ സൈബർ അറ്റാക്കും ഭീഷണിയും കാശ് ചോദിക്കലും കാരണം എന്നെ ജീവിക്കാൻ സമ്മതിക്കുകയില്ലെങ്കിൽ ഞാൻ ഈ ചാരിറ്റി നിർത്തുവാണ്. കാരണം എന്നെ ഇപ്പോഴും പൊന്നുപോലെ സ്നേഹിക്കുന്ന എന്റെ നാട്ടുകാർ എന്റെ ഒപ്പം ഇല്ലെങ്കിൽ എനിക്ക് ഇനി ചാരിറ്റി നടത്താൻ പറ്റില്ല. എന്റെ ഫാമിലിയുടെ ഉറങ്ങാതെ പോലുമാണ് ഞാൻ പല സ്ഥലങ്ങളിലും രാത്രി വരെ സഞ്ചരിച്ച് ചാരിറ്റി ചെയ്യുന്നത്. അപ്പോഴും എന്നെ ഇങ്ങനെ ആക്രമിക്കുകയാണെങ്കിൽ ഞാൻ ഇനി ചാരിറ്റി സ്റ്റോപ്പ് ചെയ്യുകയാണ്. കണ്ടില്ലേ അച്ഛൻ പറഞ്ഞത്, എന്നെ ഇങ്ങനെ സൈബർ അറ്റാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചാരിറ്റി സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണെന്നാണ്. ഇതിനു മുൻപ് അച്ചായൻ പറഞ്ഞത്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാനിത് സ്റ്റോപ്പ് ചെയ്യില്ല. ഒരുപാട് പാവങ്ങൾ എൻ്റെ മുൻപിലേക്ക് എന്നും വരുന്നുണ്ട്, അവരെ എനിക്ക് സഹായിച്ചേ പറ്റുള്ളൂ, ഞാൻ അവരെ സഹായിക്കുക തന്നെ ചെയ്യുമെന്നാണ് അച്ചായൻ പറഞ്ഞത്. അതായത് ഒരു കോപ്പും ചെയ്യാത്ത ഈ സായി, മറ്റേ ഈ സീക്രട്ട് ഏജൻറ്റ്, ഇവനെ പോലെ ആളുകളാണ് ഈ അച്ചായനെ വിമർശിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. അതായത് എന്തെങ്കിലുമൊക്കെ സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒന്നും ചെയ്യുന്നില്ല. വിമർശനങ്ങൾ എന്നെ പോലെയും പല ആളുകളെ പോലെയൊക്കെ അതിനേക്കാൾ അപ്പുറത്തേക്കൊക്കെ വിമർശിക്കുന്ന ആളുകളാണ് സായി കൃഷ്ണ എന്ന് പറയുന്ന ഈ സീക്രട്ട് ഏജൻറ്റ് എന്ന് പറയുന്നൊരു വ്യക്തി. അപ്പോൾ അയാൾ വെറുതെ ഇരുന്നു കൊണ്ട് ഒരാളുടെ ഈ ഒരു ഇമേജ് കളയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കണ്ടന്റിന് വേണ്ടി എന്തും ചെയ്യാമെന്നല്ല നമ്മൾ റിയാക്ട് ചെയ്യാറുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ ചെയ്യുന്നത് ഈ വാർത്തകളുടെ മാത്രം അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളല്ല. നമ്മളതിൽ ഒരുപാട് കാര്യങ്ങൾ നോക്കിയതിന് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. അതായത് ആ ഒരു സംഭവം അങ്ങനെ ഒരു സ്ഥലത്ത് നടന്നിട്ടുണ്ടോ, അതിലെന്താണ് വാസ്തവം എന്നുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയതിന് ശേഷം മാത്രമേ നമ്മളൊരു വീഡിയോയുമായിട്ട് വരാറുള്ളൂ. നമ്മുടെ വീഡിയോ കാണുന്ന പലർക്കും അറിയായിരിക്കാം. അപ്പം അങ്ങനെ അത് സംഭവം സത്യമാണെങ്കിൽ മാത്രം നമ്മളതിനെ അനുകൂലിക്കും, തെറ്റാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ എതിർക്കുകയും ചെയ്യും. അതിന് ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും, ഏത് തലമൂത്തപ്പനായാലും, ഏത് മുന്തിയ ഇടത്തിലെ ആളാണെങ്കിലും നമ്മളത് വിമർശിക്കുക തന്നെ ചെയ്യും. തന്തയില്ലായ്മയാണെങ്കിൽ അങ്ങനെ തന്നെ പറയുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ സീക്രട്ട് ഏജൻറ്റ് ഈ അച്ചായനെ പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോൾ അയാൾക്കുണ്ടായ മനോവിഷമത്തിലാണ് അയാൾ അങ്ങനെ പറഞ്ഞത്. അതിന് മുൻപുള്ള അച്ചായൻ്റെ വേറൊരു വീഡിയോ കൂടെ ഞാൻ നിങ്ങളെ എന്തായാലും കാണിച്ചു തരാം. അതിൽ അച്ചായൻ പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം. അത് നിർത്താൻ ആരെ കൊണ്ട് പറ്റും? ചുണയുള്ളവർ വരട്ടെ, നിർത്താൻ എന്റെ മുമ്പിൽ വരട്ടെ, നിർത്താൻ ചാരിറ്റി നിർത്താൻ ഒരാളെ ഞാൻ സമ്മതിക്കും. അത് അച്ഛൻ കണ്ടിന്യൂ ചെയ്യും. അതിന് ആരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ തളർത്തുകയില്ല. കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ചാരിറ്റിയുടെ പേരിൽ. കണ്ടില്ല, അയാൾ പറയുന്നതൊക്കെ സത്യമാണെന്നാണ് അയാളെ അനുകൂലിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ കമൻറ്റ് ബോക്സിൽ ഇട്ടിരിക്കുന്നത്. ഒരാളൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കത് വെറുതെ പറയുന്നതാണെന്ന് പറയാം. അത് എന്തെങ്കിലും അച്ചായനുമായിട്ട് ബന്ധമുള്ള ആളാണ്, സോഷ്യൽ മീഡിയ ഒരു ഫേക്ക് അക്കൗണ്ടാണെന്ന് പറയാം. എന്നാൽ 1000 പേര് ഒരാളെ പറ്റി നല്ലത് പറയുന്നുണ്ടെങ്കിൽ അതിലെന്തോ ഒരു വാസ്തവമില്ലേ? അതായത് അച്ചായനെ പറ്റി 1000 പേരും പറയുന്നത് നല്ല കാര്യങ്ങൾ തന്നെയാണ്. അതിൽ 100 പേരാണ് അച്ചായനെ പറ്റി കുറ്റം പറയുന്നത്. ആ 100 പേരെ നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ടോ സുഹൃത്തുക്കളെ? അച്ചായൻ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അയാൾക്ക് ഒരുപാട് എളിമയാണ്, ഭയങ്കര വിനയമാണ്, അയാൾ ഉഡായിപ്പിൻ്റെ ഉസ്താദാണെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഓരോ ആളുകളുടെയും ബോഡി ലാംഗ്വേജും അവരുടെയൊക്കെ സംസാര ശൈലിയും ഒക്കെ ഡിഫറൻ്റ് ആണ്. അച്ചായൻ്റെ സംസാര ശൈലി എനിക്ക് തോന്നുന്ന എല്ലാ വീഡിയോയും ഞാൻ നോക്കുമ്പോഴും എല്ലാത്തിലും ഏകദേശം സെയിം തന്നെയാണ്. ഒന്നിലും ഒരു വ്യത്യാസമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആരെങ്കിലുമൊക്കെ സഹായിച്ച് അയാൾ ജീവിച്ച് പൊക്കോട്ടെ. അയാൾ മാത്രമല്ല, അയാൾ സഹായിക്കുന്ന ആളുകൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പൊക്കോട്ടെ. ഒരു രീതിയിൽ അല്ലെങ്കിൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ആളുകളെയൊക്കെയാണ് അദ്ദേഹം സഹായിക്കുന്നത്. നമ്മുടെ സർക്കാരോ അല്ലെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയോ ഒന്നും കണ്ടെത്തി നോക്കാത്ത ഇടത്തുള്ള ആളുകളെയൊക്കെയാണ് ഈ അച്ചായൻ പോയി സഹായിക്കുന്നത്. വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുന്നു, പണം നൽകുന്നു. വീടല്ല, പണമായിട്ട് വേണമെങ്കിൽ അങ്ങനെയും നൽകുന്നുണ്ട് അച്ചായൻ. അയാൾക്ക് കിട്ടുന്നതിലൊരു പങ്ക് പാവങ്ങൾക്കും കൊടുക്കുന്നത് ഒരു തെറ്റുള്ള കാര്യമൊന്നുമല്ല, ദൈവികമായിട്ടുള്ള ഒരു പ്രവൃത്തി തന്നെയാണ്. അപ്പോൾ അതിനെ വെറുതെ ഒരു വിമർശനമായിട്ട് വന്നിട്ട് എന്തിനാണ് ആ പാവം പിടിച്ചവനെ ഇങ്ങനെ ഇട്ട് വലിച്ചു കയറുന്നത്? ഞാൻ ആരെയും അനുകൂലിക്കുകയല്ല, അച്ചായൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തെറ്റുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ എത്ര തെറ്റ് ചെയ്താലും അയാൾ ഒരാളുടെ ഒരു മനസ്സ് നിറയ്ക്കാൻ അയാളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകളെല്ലാം അവിടെ ഇല്ലാതെയാവും. ആ മനസ്സ് നിറയ്ക്കാനായിട്ട് അയാളെ കൊണ്ട് കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാവരുടെയും മനസ്സ് നിറച്ചുകൊണ്ട് അയാൾ ഇങ്ങനത്തെ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടെങ്കിൽ അയാളെ ദൈവതുല്യനായിട്ട് തന്നെ നമ്മൾ കാണണം. ഒരിക്കലും തെറ്റ് പറയാൻ പറ്റില്ല. ഇപ്പം ഞാനും നീയും നമ്മളിൽ ഓരോരുത്തരും അനുഭവിക്കുന്ന സുഖങ്ങൾ അതിൻ്റെ ഒരു തരി പോലും ഇല്ലാത്ത, ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാനില്ലാത്ത, വെറുതെ പച്ചവെള്ളം പോലും അതും കിട്ടാത്ത അവസ്ഥയുള്ളവരുണ്ട് കേട്ടോ. പച്ചവെള്ളം കുടിച്ച് 4 നേരത്തെ ആഹാരം നമ്മൾ കഴിക്കുമ്പോൾ വെറും പച്ച വെള്ളം കുടിച്ചുകൊണ്ട് കിടക്കുന്ന എത്രയോ ആളുകളുണ്ട്. നമ്മുടെ കൺമുൻപിൽ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയുള്ളവർ. അങ്ങനെയൊക്കെയുള്ളവരെ തേടി പിടിച്ച് അവർക്കൊരു സഹായമായിട്ട് എത്തുന്നുണ്ടെങ്കിൽ ഇവർ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ദൈവങ്ങളാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അങ്ങനെയുള്ളൊരു നല്ല പ്രവർത്തികളൊക്കെ ചെയ്യുമ്പോൾ എന്തിനാണ് ആ പാവം പിടിച്ചതിനെ കരുവാഴ്ത്തേക്കുന്നത്? ഈ സായി കൃഷ്ണയ്ക്ക് ഒരു പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. അവന് ആരെ കണ്ടാലും അവന് വിമർശിക്കണം. സന്തോഷ് പണ്ഡിറ്റിൻ്റെ അടുത്ത് പോയിട്ട് സന്തോഷ് പണ്ഡിറ്റ് ഇങ്ങനെയാണ് അങ്ങനെയാണ്, സന്തോഷ് പണ്ഡിറ്റ് എങ്ങനെയാണ് പബ്ലിസിറ്റി ഉണ്ടാക്കിയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടതായിരിക്കും. അതിന് സന്തോഷ് പണ്ഡിറ്റ് കൊടുക്കുന്ന മറുപടിയുണ്ട്. ഞാൻ എന്തായാലും നിങ്ങളെ ആ ഒരു വീഡിയോ ഒന്ന് കാണിച്ചു തരാം.
ആ ഒരു വീഡിയോ കൂടെ കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് പോകാം. സന്തോഷ് ഇപ്പൊ എപ്പോ വന്നാലും പറയുന്നതാ യൂസ് എടുത്തെന്തിനാ ഇത് പോപ്പുലാരിറ്റിയിൽ കൊണ്ടുവരുന്നതിനാ. സന്തോഷ് എങ്ങനെ പോപ്പുലർ ആയത്? അതാണ് സന്തോഷ് പോപ്പുലർ ആയത് എങ്ങനെ? ഇഷ്ടംപോലെ ആളുകളെ സോഷ്യൽ മീഡിയയില് സന്തോഷിയുടെ കണ്ടന്റ് ആക്കിയതുകൊണ്ടാണ് സന്തോഷ്. ഹലോ ഒരു മിനിറ്റ്. സന്തോഷ് പണ്ഡിറ്റ് എങ്ങനെ വന്നു? സന്തോഷ് പണ്ഡിറ്റ് സ്വന്തം കയ്യിലെ പൈസ എടുത്ത് ഞാൻ സിനിമ ചെയ്യുന്നു, കമ്മിറ്റ് ചെയ്യട്ടെ. ഞാൻ ആർക്കും അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ഏട്ടാ പ്ലീസ് എന്റെ ഇന്റർവ്യൂ എടുക്കുമെന്ന് ഞാൻ ഒരു ഹോട്ടൽ എടുത്ത് പറഞ്ഞില്ല. ഒരു മിനിറ്റ്. ഞാൻ അവർക്ക് പണം കിട്ടാനും അവർക്ക് ലൈക്കും ഷെയറും കിട്ടുവാനും വേണ്ടി അവർ സന്തോഷ് പണ്ഡിറ്റ് വിളിക്കുകയും അവരെ എന്നെ കുറിച്ചുള്ള ഒരു സൂചി മുത്തായിടെ കിട്ടിയാൽ അവിടെ ഹലോ ഇദ്ദേഹത്തിന്റെ എല്ലാ വീഡിയോസും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് ഞാൻ കുറച്ചു നേരം ഞങ്ങൾ ഇരുന്നവിടെ സംസാരിച്ചു. അപ്പൊ എനിക്ക് ബോധ്യമായത് അദ്ദേഹം ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി, അദ്ദേഹത്തിന്റെ കഴിവുകളോ എന്താണോ അത്. പക്ഷെ ആ എന്താ പറയാ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്ന മെത്തേഡ് മറ്റൊരാളുടെ അവകാശത്തെ ഹനിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ അവകാശത്തെയോ അവരുടെ അഭിമാനത്തെയോ ക്ഷതം വരുത്തുന്നില്ല. മാത്രമല്ല ഇദ്ദേഹം ഇന്ന് വരെയും ഒരാളുടെ പേരെടുത്ത് പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയെ അവഹേളിച്ചിട്ടില്ല. അതെ, ആ നിയന്ത്രണമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. എന്താ സായി കൃഷ്ണ വലിച്ചു കീറി. ആവശ്യപ്പെടുന്നത് കണ്ടില്ലേ, സായി കൃഷ്ണയെ എല്ലാവരും കൂടി ഇരുന്ന് വട്ടം ചേർന്ന് ഊക്കി വിട്ടിട്ടുണ്ട്. എടാ നാണാവൂലടാ, നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ വീഡിയോ ചെയ്തൊക്കെ പോകേണ്ടേനെ. ഒരാളെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് എന്തിനാണ് അവഹേളിക്കുന്നത്? അറിയാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ മിണ്ടാതെ ഒരു സൈഡിലിരിക്കണം. അയാൾ എത്രയോ നല്ല കുറ്റകൃത്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്, എത്രയോ ചെറ്റത്തരങ്ങൾ തന്തയ്ക്ക് പുറക്കഴിയാൻ നടക്കുന്നുണ്ട്. അതിനെ വിമർശിച്ചൂടെ? അതിനെതിരെ പോരാടിക്കൂടെ? എന്തിനാണ് ഈ വെറുതെ എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്ത് ജീവിച്ചു പോകുന്ന ആളുകളുടെയൊക്കെ പേരിൽ മെക്കെട്ട് കയറാൻ പോകുന്നത്? സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്നൊരു മനുഷ്യനെ ആദ്യം എല്ലാവരും കണ്ടിരുന്നൊരു മണ്ടനും പൊട്ടനും ഒക്കെ ആയിട്ടാണ്. എന്നാൽ പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ ആളുകളും സന്തോഷ് പണ്ഡിറ്റ് ഒരുപാട് സ്നേഹിച്ചു. അതായത് ആരും എത്തി നോക്കാത്ത ഇടത്ത് ഈ അച്ചായൻ പോകുന്നത് പോലെ തനിക്ക് കിട്ടുന്ന ഒരു വിഹിതം, യൂട്യൂബിൽ നിന്ന് വലിയൊരു വരുമാനം വാങ്ങുന്ന വലിയൊരു സെലിബ്രിറ്റി ഒന്നും അല്ല സന്തോഷ് പണ്ഡിറ്റ്. അയാൾ തന്നെ സ്വന്തമായിട്ട് കാശുണ്ടാക്കി, സ്വന്തമായിട്ട് ക്യാമറ എടുത്ത്, സ്വന്തമായിട്ട് കഥ എഴുതി, സ്വന്തമായിട്ട് റെക്കോർഡ് ചെയ്ത്, എഡിറ്റ് ചെയ്ത്, പാട്ടും പാടി എല്ലാം ചെയ്യുന്നൊരു വീഡിയോ അല്ലെങ്കിൽ സിനിമയൊക്കെയാണ് ഈ സന്തോഷ് പണ്ഡിറ്റിൻ്റെത്. അതിൽ നിന്ന് കിട്ടുന്ന ഒരു തുച്ഛ വരുമാനം എടുത്തുകൊണ്ട് വീട്ടിൽ നമുക്കറിയാം, ഈ കോവിഡ് ടൈമിൽ പഠിക്കാനായിട്ട് അവർക്ക് ഫോണില്ല, TV ഇല്ല. അപ്പം അങ്ങനെയുള്ളൊരു സമയത്ത് ഒരു TV-യുമായിട്ടൊരു വീട്ടിലേക്ക് പോയ സന്തോഷ് പണ്ഡിറ്റിനെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത ഒരു വ്യക്തിയെ പറ്റിയാണ് ഈ സായി കൃഷ്ണ എന്ന് പറയുന്ന സീക്രട്ട് ഏജന്റ് എന്ന് നമുക്കിടയിൽ അറിയപ്പെടുന്ന ഇവൻ ഈ വൃത്തികെട്ട വർത്തമാനം പറയുന്നത്. എന്ത് വാല്യൂ ആണുള്ളത്? ആദ്യം കാര്യങ്ങൾ മനസ്സിലാക്കുക. ആരെന്ത് ചെയ്യുന്നു, നല്ല പ്രവൃത്തി ആര് ചെയ്യുന്നു, അവരോടൊപ്പം നിൽക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഈ സീക്രട്ട് ഏജന്റ് എല്ലാം കൂടിയിട്ട് വട്ടത്തിൽ വളഞ്ഞിട്ട് നിന്നെ നശിപ്പിച്ച് കളയും. എന്തൊരു കഷ്ടമൊക്കെയാണല്ലേ. എന്തായാലും അച്ചായൻ ഈ പ്രവൃത്തി നിർത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. അച്ചായനെ തുടരുമെന്ന് തോന്നുന്നു. പക്ഷേ അദ്ദേഹത്തിന് നല്ല വിഷമമായിട്ടുണ്ട്. എന്ത് തന്നെയാണെങ്കിലും അയാൾ ഉടായ്പാണെങ്കിൽ ഉടായ്പ ആയിക്കോട്ടെ, അല്ലെന്നും ഞാൻ പറയുന്നില്ല. എന്ത് തന്നെയാണെങ്കിലും അയാൾ ഒരുപാട് ആളുകളെ സഹായിക്കുന്നുണ്ട്. ആ സഹായം ഏറ്റുവാങ്ങുന്നത് ഒരുപാട് പാവങ്ങളാണ്. അങ്ങനെയെങ്കിൽ അയാൾ ചെയ്യുന്നത് നല്ല പ്രവൃത്തി തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്.